ബുക്ക് മൈ ഷോ അതിൽ റേറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് ആളെ ഒരുമാതിരി വർത്തമാനം പറഞ്ഞോണ്ടല്ലോ. തല പോകണ്ടെങ്കിൽ വല്ല കാളവണ്ടിയും പിടിച്ചോണ്ട് വന്ന് സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി വല്ല വിധനെ അക്കരെ കടക്കാൻ നോക്കണ്ട മനുഷ്യനെ. 200 കോടി 100 കോടി എന്നൊക്കെ പറഞ്ഞൊക്കെ വെറുതെ പറഞ്ഞോണ്ടിരുന്ന. എവിടെ ഉണ്ട് 100 കോടി 200 കോടി എവിടെ വരാനാണ്? ഈ പറയുന്നത് മുഴുവൻ സത്യമാണോടാ? അതേ മുതലാളി, അവർ പറയുന്നത് മുഴുവൻ ഞാൻ ഒളിച്ചു നിന്ന് കേട്ടതാ. ആദ്യ ദിനങ്ങളിലെ ടിക്കറ്റ് മുഴുവൻ സിനിമയുടെ നിർമ്മാതാക്കൾ വാങ്ങുന്ന സാഹചര്യമുണ്ട്. നാട്ടുകാർക്ക് മുഴുവൻ എന്നോടും അച്ഛനോടും അസൂയ. നോക്കിയോ, നാട്ടുകാർ കാണാൻ പോണേ ഉള്ളൂ. 1.5 കോടി രൂപ ആദ്യ 2 ദിവസം ടിക്കറ്റ് വാങ്ങിയ ചെലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് പുത്തി, ഞാൻ വിചാരിച്ച പോലല്ല, സ്വാമിക്ക് ബുദ്ധിയുണ്ട്. തള്ളുന്ന കാര്യത്തിൽ ഒട്ടും മോശക്കാരനല്ല പൃഥ്വിരാജ് എന്നതുകൊണ്ട് അനാവശ്യം പറയത്തോടാ. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് എമ്പുരാനൻ പ്രൊമേഷനുമായി രംഗത്തിറങ്ങിയപ്പോൾ ഇതൊരു തള്ളാണോ എന്ന ആശങ്ക എനിക്കുമുണ്ടായിരുന്നു. എന്താടാ അസൂയ തോന്നുന്നുണ്ടോ അവന്റെ പോക്ക് കണ്ടിട്ട്? എമ്പുരാന്റെ വിജയ സാധ്യതയെക്കുറിച്ചുള്ള ആശങ്ക കൊണ്ടാവാം നിർമ്മാതാക്കളായിരുന്ന ലൈക്ക സ്ഥലം വിട്ടത്. തനിക്കെന്താ ഇപ്പൊ അങ്ങനെ സംശയം വരാൻ കാരണം? ഏയ്, ഒരു സംശയമില്ല. 24 മണിക്കൂറിനുള്ളിൽ 6,45,000 ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. എന്താണ് സംഭവിക്കുന്നത്? ബുക്ക് മൈ ഷോ ആരാണ് വിലക്ക് വാങ്ങിയത്? എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്താണ്? ഒത്തുപിടിച്ചാ മലയും പോരും. അന്യായ ബുക്കിംഗ്. ഒരു മലയാള സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഹൈപ്പ്. താങ്ക് യു സാർ, താങ്ക് യു. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ആട്ടെ പോട്ടെ ഇരിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യണോന്നില്ല കണ്ടാ.